ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ജി എസ് ടിയിൽ പ്രകാരം GST നമ്മൾ ലാൻഡ്, ബിൽഡിംഗ് സെയിൽസ്, GSTന്റെ റേറ്റ് ഓഫ് ടാക്സസ്, അതിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മളിപ്പോൾ GST പ്രകാരം നമ്മൾ ഒരു ലാൻഡ് നമ്മൾ വിൽക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു സെയിൽ ഓഫ് ലാൻഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ടാക്സ് ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. നമ്മളിപ്പോൾ സെയിൽ ഓഫ് ലാൻഡ് വരുമ്പോൾ നമുക്കതിന് ഒരു ടാക്സബിലിറ്റി വരുന്നില്ല. കാരണം ഷെഡ്യൂൾ 2 പ്രകാരമുള്ള ഒരു ഐറ്റമാണ് GSTയിൽ പറഞ്ഞിട്ടുള്ളത്. സോ അത് പ്രകാരം അതൊരു നിൽ റേറ്റ് ഓഫ് ടാക്സിലാണ് പോകുന്നത്. കാരണം അതിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേറെ ടാക്സ് വരുന്നതുകൊണ്ട് ആയിരിക്കാം അതിനൊരു ടാക്സബിലിറ്റി സ്ലാബിൽ അത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ലാൻഡ് മാത്രമായിട്ട് നമ്മൾ വെക്കുമ്പോൾ അതിനൊരു റേറ്റ് ഓഫ് GST ഇല്ല, അതായത് ടാക്സബിലിറ്റി വരുന്നില്ല, GST പ്രകാരം വരുന്നില്ല. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതായത് ലാൻഡും അതിൻ്റെ ബിൽഡിങ്ങും കൂടി വെക്കുമ്പോൾ, ഞാനൊരു ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ലാൻഡ് ഓണർ അല്ലെങ്കിൽ ഒരു ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റിൽ എനിക്കൊരു ലാൻഡ് ഉണ്ട്, ഞാൻ കോൺട്രാക്ടർ എഗ്രിമെന്റിലായി ഒരു ഫ്ലാറ്റ് കുറച്ചുകളുണ്ട്. അപ്പോൾ ഫ്ലാറ്റുകൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതിൻ്റെ റേറ്റ് ഓഫും അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു ലാൻഡും ഇതും കൂടി വെക്കുമ്പോൾ, ഇതിപ്പം റെസിഡൻഷ്യലിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീനെ പറ്റി, കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീനെ പറ്റി ഞാൻ വരാം. അപ്പം ഇത് ലാൻഡും ബിൽഡിംഗും കൂടി വെക്കുമ്പം, ഇത് ഈ രണ്ടും കൂടി ഒന്നിച്ച് വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബൾക്ക്, അതായത് ഒന്നിച്ച് ആ പൈസ, അതായത് അവസാനം എമൗണ്ട് ഒന്നിച്ച കിട്ടുന്നെങ്കിൽ, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ വാങ്ങുന്നില്ലെങ്കിൽ അവിടെ ഞാൻ GSTൻ്റെ പോർഷൻ എനിക്ക് വരുന്നില്ല. അത് ഒന്നിച്ച് അവസാനം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ശേഷമാണ് എനിക്ക് മൊത്തമായിട്ട് ഈ ലാൻഡിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും പൈസ, ഫ്ലാറ്റിൻ്റെ വില എനിക്ക് കിട്ടുന്നെങ്കിൽ അതെനിക്ക് GST വരുന്നില്ല. പക്ഷേ ഞാൻ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ശേഷമായിരിക്കും എനിക്ക് പൈസ കിട്ടുന്നത്. ഞാൻ നേരത്തെ തന്നെ ആർക്കാണോ ഞാൻ വെക്കുന്നത് അയാളെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കാനും പാടില്ല. അത് എൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ശേഷം മാത്രമേ ഞാൻ ആ പാർട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് അവിടെ GSTൻ്റെ ലയബിലിറ്റി വരുന്നില്ല, GST ഇല്ലാണ്ട് തന്നെ എനിക്കത് വെക്കാം. പക്ഷേ അതേസമയം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൈസ വാങ്ങിക്കുന്നത്, അതായത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, അപ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സെയിൽ വാങ്ങാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ അഡ്വാൻസ് ആയിട്ടും മറ്റേതൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ GSTൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ ലാൻഡും സെയിലും കൂടി വെക്കുകയാണെങ്കിൽ, അപ്പം സപ്പോസ് എൻ്റെ ഒന്നിച്ചായിരിക്കും ഒരു ബൾക്ക് എമൗണ്ട് ആയിരിക്കും ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു വീടും സ്ഥലവും കൂടി ഞാൻ വെക്കുമ്പോൾ ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ, അതായത് നല്ല ഇന്നത്തെ വീടിൻ്റെ വില, പക്ഷേ അതൊക്കെ അതിന് വരുന്നതെങ്കിൽ എനിക്ക് ആ റേറ്റിൻ്റെ മുകളിലാണ് എനിക്ക് ടാക്സ് വരുന്നത്. പക്ഷെ അവിടെ എനിക്ക് ആ ലാൻഡിൻ്റെ വില എനിക്ക് അവിടെ സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അധികാരം GSTയിൽ ഇല്ല. അതായത് ലാൻഡിൻ്റെ മുകളിലാണ് ഞാൻ ബിൽഡിംഗ് കെട്ടുന്നത്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ അതിനൊരു അൺഡിവൈഡഡ് ഷെയർ ഉണ്ടാവും. അതായത് ഓരോ വ്യക്തിക്കും ഒരു ഷെയർ വെച്ചിട്ടാണ് വെക്കുന്നത്, ഫ്ലാറ്റിൽ വെക്കുന്നത്. സോ ആ വില എനിക്ക് എത്രയാണ്, ഇപ്പം ഞാൻ ലാൻഡിന് കൂടുതൽ വില കൊടുത്ത് കെട്ടി, പക്ഷേ ബിൽഡിങ് ഞാൻ വളരെ വില കുറച്ച് കെട്ടിയെങ്കിൽ പോലും മൊത്തമായിട്ടുള്ള വിലേൻ്റെ മുകളിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ലാൻഡിൻ്റെ സെപ്പറേറ്റ് വില എനിക്ക് GST എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടില്ല. കാരണം ലാൻഡ് എക്സംപ്റ്റഡ് ആണെങ്കിൽ പോലും ലാൻഡും ബിൽഡിംഗും കൂടി കെട്ടുമ്പോൾ ലാൻഡിൻ്റെ വില എനിക്ക് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടില്ല. പക്ഷേ എനിക്ക് ആ പ്രൈസിൻ്റെ മുകളിൽ, എഗ്രീഡ് പ്രൈസിൻ്റെ മുകളിൽ 33 and 1/3% ഓഫ് ദ എഗ്രീഡ് പ്രൈസ്, അതായത് 1/3 ഓഫ് ദ ആ ഒരു വില, സപ്പോസ് 100 രൂപയാണെങ്കിൽ 100 രൂപേൻ്റെ 1/3 അല്ലെങ്കിൽ അതിൻ്റെ 33 and 1/3% എനിക്ക് ആ 100 രൂപയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അതായത് 100ൻ്റെ 33 രൂപ കുറച്ചിട്ട് 67 രൂപേൻ്റെ മുകളിൽ മാത്രമേ എനിക്ക് GST അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ലാൻഡിൻ്റെ വില ഇപ്പം 33 രൂപയല്ല, അതിനെക്കാട്ടിയും കൂടുതൽ ഉണ്ടെങ്കിൽ പോലും എനിക്ക് 33 രൂപയെ കിട്ടുള്ളൂ. ആക്ടർ പ്രകാരം എനിക്ക് 33 രൂപയെ എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടുള്ളൂ. അതായത് ലാൻഡും ബിൽഡിംഗ് കൂടി ഒരു എഗ്രീഡ് പ്രൈസ് ആണെങ്കിൽ അതിൻ്റെ 1/3 എമൗണ്ട് മാത്രമേ എനിക്ക് അതിൻ്റെ അകത്ത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ആ കുറച്ച എമൗണ്ടിൻ്റെ മുകളിൽ എനിക്ക് GST ഫുള്ളായിട്ട് അടക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു ലാൻഡും ബിൽഡിംഗ് കൂടി ഞാൻ സെയിൽ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രക്രിയ. അതിൽ വില കൂടിയാലും എനിക്കത് കിട്ടില്ല. അത് GST ആക്ടിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു ഏരിയയാണ്. ഇപ്പോൾ ലാൻഡ് മാത്രമാണ് ഞാൻ വെക്കുന്നത്. പക്ഷേ ലാൻഡ് എടുത്ത് മറിച്ച് വെക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റോ അങ്ങനെയാണെന്ന് ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ആ ലാൻഡ് വെക്കുമ്പോൾ ഒരു കുഴിയുള്ള ലാൻഡാണ്, ഞാൻ അതിൻ്റെ അകത്ത് കുറേ മണ്ണിട്ടിട്ട് അത് ലെവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മതിൽ കെട്ടുന്നു, അതിൻ്റെ അകത്തൊരു കിണർ കുഴിക്കുന്നു, അങ്ങനത്തെ ഞാൻ കുറച്ചൊരു മരാമത്ത്, അതായത് ലെവൽ ചെയ്യുന്നു, അങ്ങനത്തെ ലെവലിംഗ് ചാർജസ്, ഡെവലപ്മെൻറ്റ് ചാർജസ്, അങ്ങനത്തെ എന്തെങ്കിലും ചാർജസ് ഞാൻ അതിനകത്ത് അതെനിക്ക് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിലേൻ്റെ മുകളിൽ എനിക്ക് GST കൊടുക്കണ്ട. ലാൻഡ് മാത്രം ഞാൻ വെക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ബിൽഡിങ്ങുള്ളതല്ല. ലാൻഡിൻ്റെ മുകളിൽ ഞാൻ ഇപ്പോൾ കുഴി നികത്താൻ വേണ്ടി ഞാൻ ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നത്, അത് ലാൻഡിൻ്റെ വാല്യൂവിൻ്റെ മുകളിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. അത് ആഡ് ചെയ്തിട്ട് ലാൻഡിൻ്റെ മുകളിൽ GST ഇല്ല. സോ ആ വില എനിക്ക് വെക്കാൻ പറ്റും. അതായത് ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് ചാർജസോ അല്ലെങ്കിൽ ലെവലിംഗ് ചാർജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓമന പേരുള്ളൊരു പേരാണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ എനിക്ക് GST കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എനിക്ക് ലാൻഡിൻ്റെ വിലേൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ GST കൊടുക്കാണ്ട് എനിക്കത് സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ബിൽഡിംഗ് അതിൻ്റെ മുകളിൽ എടുക്കാൻ പറ്റില്ല. ബിൽഡിംഗ് കൂടി വരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലാൻഡിൻ്റെ എത്രയാണോ നമ്മൾ കൂട്ടിയ വില, ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ചാർജസും ലെവലിംഗ് ചാർജസും കൂട്ടിയിട്ട വില, ആ വിലേൻ്റെ മൊത്തം വിലേൻ്റെ 1/3 മാത്രമേ എനിക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ലാൻഡിനോട് ഈ വില കൂട്ടും,
എന്നിട്ട് ബിൽഡിങ്ങിൻ്റെ വിലയും കൂടി കൂട്ടി ഒരു പ്രൈസ് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ 1/3 എനിക്ക് കുറയ്ക്കാം, ബാക്കിയുള്ളതിൻ്റെ മുകളിൽ എനിക്ക് GST അടക്കേണ്ടി വരും. ഇഫ് പ്രൊവൈഡഡ് എനിക്ക് ഇത് കിട്ടുകയാണെങ്കിൽ, ഇത് ഇൻസ്റ്റാൾമെൻറ്റ് വൈസാണ് ഞാൻ പ്രൈസ് വാങ്ങുന്നതെങ്കിൽ. ഒന്നിച്ച് വാങ്ങുന്നതാണെങ്കിൽ എനിക്ക് ഒന്നും ബാധകമല്ല. ഇത് ഞാൻ പറഞ്ഞപ്പം റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഞാൻ എടുത്തിട്ട് വിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചു. അപ്പം ഒരു സിംഗിൾ ബിൽഡിംഗ് അല്ല, ഒരു മൊത്തമായിട്ടൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഞാൻ എടുത്തിട്ട് വെക്കുന്ന ഒരാളാണെങ്കിൽ റെറ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റാണ്. അത് നമ്മളെ ബിൽഡിംഗ് നമ്മൾ എടുക്കുന്നവർക്ക് ഒരു സേഫ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ആക്ട് വന്നത്. റെറ ആക്ട് പ്രകാരം ഞാൻ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എടുക്കുമ്പോൾ എൻ്റെ GST റേറ്റ് വരുന്നത് ഇത്രയും സ്ലാബിൻ്റെ റേറ്റിലായിരുന്നു. ഒന്ന് 1% വരും, ഒന്ന് 1.5% വരും, ഒന്ന് 5% വരും, ഒന്ന് 18%, ഒന്ന് 12%. ഈ ഇത്രയും റേറ്റിലാണ് പല ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ വരുന്ന റേറ്റ്, GSTൻ്റെ റേറ്റ് വരുന്നത്. സോ അതിലിപ്പം റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ എന്ന് പറയുന്നത് അഫോർഡബിളും നോൺ അഫോർഡബിൾ എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷനായിട്ട് വരുന്നുണ്ട്. അഫോർഡബിൾ എന്ന് വെച്ചാൽ നമ്മൾ 60 സ്ക്വയർ മീറ്റർ വരുന്നതും മറ്റേത് 90 സ്ക്വയർ മീറ്റർ വരുന്നതും നോൺ അഫോർഡബിൾ. കാർപ്പറ്റ് ഏരിയ അതായത് GST പറഞ്ഞ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 60 സ്ക്വയർ മീറ്റർ കാർപ്പറ്റ് ഏരിയയുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ എൻ്റെ GST റേറ്റ് ഞാൻ കൊടുക്കേണ്ട റേറ്റ് 1%, അതായത് 0.5 സംസ്ഥാനത്തിനും 0.5 കേന്ദ്രത്തിനും കൊടുക്കുക. അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റേറ്റ് ആണെങ്കിൽ 1% മൊത്തമായി GST ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ, അഫോർഡബിൾ എന്ന് ചെറിയ റേറ്റുള്ള ചെറിയ ബിൽഡിങ്ങുകൾ, അതായത് 60 സ്ക്വയർ മീറ്റർ വരുന്ന ബിൽഡിംഗ്, കാർപ്പറ്റ് ഏരിയ വരുന്ന ബിൽഡിംഗ്. ഈ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ബാൽക്കണി ഉൾപ്പെടെ വരുന്നില്ല, ബാൽക്കണി വരില്ല, വേറെ പുറത്തുള്ള അങ്ങനെ എന്തെങ്കിലും ഇത് വരില്ല. ബാക്കി വരുന്ന വോള് കൂട്ടാണ്ട് വരുന്ന ബാക്കിയുള്ള ഏരിയകളാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. സോ അഫോർഡബിളിന് വരുന്നത് 60 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. അത് മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെങ്കിൽ അത് 90 സ്ക്വയർ മീറ്റേഴ്സിന് വരുന്നുണ്ട് ഒരവസ്ഥ വരുന്നുണ്ട്. മെട്രോ സിറ്റീസിലാണെങ്കിൽ, നോൺ മെട്രോ സിറ്റീസിൽ 60 സ്ക്വയർ മീറ്റേഴ്സും, മെട്രോ സിറ്റീസ് ഡൽഹി, ബോംബെ, മുംബൈ, ചെന്നൈ അങ്ങനത്തെ പോലത്തെ സിറ്റീസിൽ വരുമ്പോൾ 90 സ്ക്വയർ മീറ്റർ വരുന്നത്. 90 സ്ക്വയർ മീറ്റർ കാർപ്പറ്റ് ഏരിയയിൽ വരുന്ന ഇതിലാണെങ്കിൽ 1% റേറ്റിലാണ് ഞാൻ അവിടെ GST കൊടുക്കേണ്ടത്. 0.5 ഇത് വരുന്നത്. ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ കൊടുക്കുന്ന ഞാൻ ടാക്സിൻ്റെ മുകളിൽ എനിക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ എനിക്കത് നഷ്ടമായിരിക്കും, അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റില്ല. അത് ഞാൻ അടക്കേണ്ടത് ഡയറക്റ്റ് ഡെബിറ്റ് ഫ്രം ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറാണ്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് ഡയറക്റ്റ് ഡെബിറ്റ് നടക്കും. ഒന്നുകിൽ ക്യാഷ് കൊടുത്തിട്ട് അടയ്ക്കുക, അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്തിട്ട് അടയ്ക്കുക. അതായത് ഇൻപുട്ട് ടാക്സ് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് വരുന്നത്. 60 സ്ക്വയർ മീറ്ററും 9 വരുന്നത്. ഇനി ഇത് തന്നെ റിവേഴ്സ് ചാർജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റിവേഴ്സ് ചാർജ് എന്ന് വെച്ചാൽ ടാക്സ് രജിസ്റ്റേർഡ് ഡീലേഴ്സിന് അല്ലാണ്ട് ഞാൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് തന്നെ അതിൻ്റെ അകത്ത് ഇതെടുക്കാം. അതായത് ടാക്സ് ഇൻപുട്ട് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ, അതായത് ഞാൻ തന്നെ അടക്കേണ്ടി വരും എന്നർത്ഥം. അതായത് സപ്പോസ് ഇപ്പോൾ ഞാൻ ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അയാൾ രജിസ്റ്റേർഡ് ഡീലർ അല്ലെങ്കിൽ ഞാൻ തന്നെ ടാക്സ് അടക്കുക, എന്നിട്ട് ഞാൻ തന്നെ അതിൻ്റെ ഇൻപുട്ട് എടുക്കുക. അയാൾക്ക് വേണ്ടി ഞാൻ തന്നെ അടക്കുക, ഞാൻ അതിൻ്റെ ഇൻപുട്ട് എടുക്കുക. അതാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. ഇപ്പം റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ സിമെൻ്റൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 80% ഓഫ് ദ ടോട്ടൽ പർച്ചേസ് അല്ലെങ്കിൽ 80% ഓഫ് ദ വാല്യൂ ഓഫ് ദ കോൺട്രാക്ട് നമ്മൾ രജിസ്റ്റർഡ് ഡീലറിൻ്റെ അടുത്ത് തന്നെ വാങ്ങണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ റിവേഴ്സ് ചാർജിൽ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അതായത് സിമെൻറ്റ് വാങ്ങുമ്പോൾ നമ്മൾ 80% രജിസ്റ്റർഡ് ഡീലറിൻ്റെ അടുത്ത് തന്നെ വാങ്ങുക, ബാക്കി 20% നമുക്ക് വേണമെങ്കിൽ നോൺ രജിസ്റ്റർഡ് ഡീലറിൻ്റെ അടുത്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് ക്യാപിറ്റൽ പർച്ചേസ് ആയാലും വേറെ ഏതെങ്കിലും പർച്ചേസ് ആയാലും മെഷീനറി ആയാലും വേറെ എന്ത് സാധനമായാലും 80% എന്ന ടോട്ടൽ വാല്യൂ ഓഫ് ദ കോൺട്രാക്ട് നമ്മൾ രജിസ്റ്റർഡ് ഡീലറിൻ്റെ അടുത്ത് തന്നെ വാങ്ങണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റിവേഴ്സ് ചാർജിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ ഈ റിവേഴ്സ് ചാർജിൽ വരുന്ന ടാക്സ് നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്കത് ഇവരുടെ അടുത്ത് വാങ്ങാൻ പറ്റും. അത് സപ്ലയർ കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്കത് വാങ്ങാൻ പറ്റും. പക്ഷേ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് അത് ഇൻപുട്ട് എടുക്കാൻ പറ്റും. കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് മാത്രം. റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് RREP എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് വരുന്നുണ്ട്. അത് രണ്ടും അതിനകത്ത് വരുന്ന ടാക്സ് റേറ്റ് എന്ന് കഴിഞ്ഞാൽ 2.5% വരുന്നുണ്ട്, പിന്നെ 12% വരുന്നുണ്ട്, ബാക്കി പിന്നെ 18%ഉം 28%ഉം വരുന്നുണ്ട്. സോ ഈ RREP, അതായത് RREP പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊരു ബിൽഡിങ്ങിൽ
നമ്മളിപ്പം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും അടക്കം വീടും അതിൻ്റെ മുകളിൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ താഴെ കടകൾ വിൽക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടീനെയാണ് RREP, റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് വെറും റെസിഡൻഷ്യൽ മാത്രമാണെങ്കിൽ, അതായത് ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനത്തെ കൊമേഴ്സ്യലായിട്ട് വെക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാകുമ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് എന്നിട്ട് വരും. അപ്പോൾ അതിൽ അതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 15% കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയും ബാക്കിയുള്ളത് റെസിഡൻഷ്യലും ആണെങ്കിൽ അതിന് RREP എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിൻ്റെ കീഴിലാക്കി വരിക. അതായത് നമ്മൾ 15% ഷോപ്സും ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ കാർപ്പറ്റ് ഏരിയൻ്റെ 15% ഷോപ്സും ബാക്കിയുള്ളത് ബിൽഡിങ്ങും, അതായത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് RREP എന്നുള്ള ഇതിൻ്റെ കീഴിലാണ് വരിക. അതിന് 5% ടാക്സിബിൾ റേറ്റ് വരിക. അതായത് 2.5 റേറ്റ് ആയിട്ട് നമുക്ക് 2 ടാക്സ് വരും. പക്ഷേ റെസിഡൻഷ്യൽ ബാക്കിയുള്ള റേറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് 12% റേറ്റ് വരിക. അതായത് അതിൻ്റെ അകത്ത് ഷോപ്സും അങ്ങനെയൊന്നും ഇല്ലാണ്ട് സാധാരണഗതിയിൽ വരുന്നതിന് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതിന് 12% റേറ്റാണ് നമുക്ക് വരിക. കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിക്ക് വരുമ്പം നമുക്ക് ഇൻപുട്ട് ടാക്സ് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് അതിൻ്റെ GST നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഇൻപുട്ടായിട്ട് നമുക്ക് എടുക്കാം. ബാക്കിയുള്ള മറ്റേ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിക്ക് വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് ഇൻപുട്ട് ടാക്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. വെറും ഷോപ്സും മറ്റേതുമായിട്ട് വരുമ്പോൾ 12% നോർമൽ റേറ്റ് വരുന്നത്. ഷോപ്സ് ഇല്ലാണ്ട് വെറും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാത്രമായിട്ട് വരുമ്പം REP എന്ന് വരുമ്പോൾ 12%, മറ്റേത് വരുമ്പോൾ 5% റേറ്റിലാണ് വരും. അതായത് ബിൽഡിങ്ങിൻ്റെ കൂടെ എന്തെങ്കിലും കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ വരും. ഇനി വെറും കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി മാത്രമാണെങ്കിൽ ഷോപ്സ്, മാൾസ് അങ്ങനത്തെ രീതിയിൽ വരുമ്പം അതിന് 18% റേറ്റ് വരെ 18% റേറ്റ് വരെ GSTക്ക് റേറ്റ് വരുന്നുണ്ട്. ഷോപ്സ്, മാൾസ് അങ്ങനത്തേക്ക് വരുമ്പം. പക്ഷെ അതിൻ്റെ അകത്തും നമുക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം നമ്മൾ രജിസ്റ്റർഡ് ഡീലർക്കല്ല കൊടുക്കുന്നതെങ്കിൽ നമുക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം നമുക്ക് ഫോളോ ചെയ്യാം. ആ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റിൻ്റെ പൈസ നമുക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമ്മൾ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതേ മാസം തന്നെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ള ഇതുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻപുട്ട് ടാക്സ് നമുക്ക് എടുക്കാൻ പറ്റും, പ്രൊവൈഡഡ് നമ്മൾ വാങ്ങുന്നത് സിമെൻറ്റും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങുന്നത് നമ്മുടെ ഇതിൻ്റെ മുകളിൽ, അതായത് രജിസ്റ്റർഡ് ഡീലറിൻ്റെ അടുത്ത് 80% രജിസ്റ്റർഡ് ഡീലറിൻ്റെ അടുത്ത് തന്നെ വാങ്ങണം. അതായത് സിമെൻറ്റ് വാങ്ങുന്നത് ആ സിമെൻറ്റ് ഡീലർ GST രജിസ്റ്റേർഡ് ആയിരിക്കണം. 80% അയാളുടെ അടുത്ത് തന്നെ വാങ്ങണം. 20% നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മറ്റേ വാങ്ങിച്ചാലും കുഴപ്പമില്ല. അത് സിമെൻറ്റ് ഡീലേഴ്സിൻ്റെ ഒരു ഫ്രോഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സിമെൻറ്റ് ഡീലേഴ്സിൻ്റെ അടുത്ത് കൂടുതൽ പർച്ചേസ്, രജിസ്റ്റർഡ് ഡീലറിൻ്റെ അടുത്ത് കൂടുതൽ പർച്ചേസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സിമെൻറ്റ് കമ്പനീസ് പ്രഷറൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നത്. അപ്പം അതാണ് നമ്മളപ്പോൾ ആ റിവേഴ്സ് ചാർജ് വരുമ്പോൾ 28% റേറ്റ് വരുന്നത്. അത് നമ്മൾ 28% എടുക്കാം. പക്ഷേ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റും. പക്ഷേ മറ്റേ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിക്ക് ആകുമ്പോൾ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല, അത് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ 5% അതിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 15% കൂടുതൽ നമുക്ക് ഇതില്ലാത്തത്, അതായത് ഷോപ്സും അതിൻ്റെ കൂടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും വരുന്നത് ഉള്ളതിന് നമ്മൾ 5% റേറ്റിലാണ് വരുന്നത്. 2.5 ആയിട്ട് വരും. മറ്റേ അല്ലാത്ത കേസിൽ ഷോപ്സും മാൾസൊക്കെ വരുമ്പോൾ തന്നെ അതിനകത്ത് 12%, 8%, 18% എന്നുള്ള 15% ഇല്ലാണ്ട് വെറും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാത്രമായിട്ട് വരുന്നതിന് നമ്മൾ 12% ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വെറും ഷോപ്സും മാൾസും ഒക്കെ ആയിട്ട് വരുന്നതിന് നമ്മൾ 18% റേറ്റിലാണ് വരുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്നുണ്ട്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമുക്ക് 28% റേറ്റ് വരുന്നത്. അതിൽ നമുക്ക് സിമെൻറ്റിൻ്റെ ഇതിന് വരുന്നത്, സിമെൻറ്റ് ഡീലേഴ്സിൻ്റെ അടുത്ത് വാങ്ങുമ്പം നമ്മൾ 80% ഡീലേഴ്സിൻ്റെ അടുത്ത് തന്നെ വാങ്ങേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കത് എടുക്കാൻ പറ്റില്ല. ബാക്കി 20% നമുക്ക് ലോക്കൽ മാർക്കറ്റിന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ബിൽഡിംഗ് ഞാൻ ഇത് കൊടുത്തു, അതായത് പബ്ലിസിറ്റി എല്ലാം കൊടുത്തു, ഞാൻ ബുക്ക് ചെയ്തു, ഞാനൊരു കസ്റ്റമറാണ്, ഞാൻ ബുക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഷോർട്ടേജ് വരുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ബിൽഡിംഗ് വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഞാൻ എല്ലാ പേയ്മെൻറ്റും ചെയ്തു. അപ്പോൾ GST അടക്കമുള്ള പൈസ എല്ലാം കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഞാൻ ക്യാൻസൽ ചെയ്യണം, ബുക്കിംഗ് ഞാൻ ക്യാൻസൽ ചെയ്യണം. ഞാൻ പേയ്മെൻ്റ് എല്ലാം കൊടുത്തു, അതിൻ്റെ GSTയും എല്ലാം ഞാൻ കൊടുത്തു. 1% അങ്ങനെ ഇതായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് വരുമ്പം ആ GST എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതായത് വൺസ് ഞാൻ എല്ലാ GSTയും കൂടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ GST എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. അപ്പോൾ അത് തിരിച്ചു കിട്ടുന്നതിനാണ് പറയുന്നത് ആക്ട് പറയുന്നത്. നമ്മൾ ക്യാൻസലേഷൻ ഓഫ് ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ GST അടച്ച പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് തരാൻ കമ്പനിക്ക് അധികാരമുണ്ട്. അതായത് അല്ലെങ്കിൽ പിന്നെ നമ്മളത് GSTൻ്റെ ഓഫീസറിൻ്റെ അടുത്ത് നമ്മൾ GSTR 10 എന്ന് പറഞ്ഞിട്ടൊരു ഫോമുണ്ട്, ആ ഫോമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് തിരിച്ചു കിട്ടും. അല്ലാത്ത പക്ഷം ക്യാൻസലേഷൻ വരികയാണെങ്കിൽ കമ്പനിക്ക് തന്നെ നമുക്കത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ റീഫണ്ട് വാങ്ങിച്ചിട്ട് അവർക്ക് റീഫണ്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്യാൻസലേഷൻ ഓഫ് ബുക്കിങ്ങിന് നമ്മൾ അടച്ച GST നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. സിമിലർലി കേസിൽ വരുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗ്,
അഡ്വാൻസ് ബുക്കിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അഡ്വാൻസ് ആദ്യം ബുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പൈസ കൊടുക്കുന്നുണ്ടാവും, പിന്നെ തറയാകുമ്പോൾ ഒരു പൈസ, അങ്ങനത്തെ ഒരുപാട് പൈസകൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടാവും. അത് ഇൻസ്റ്റാൾമെൻറ്റ് വൈസ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഡ്വാൻസ് ബുക്കിങ്ങിന് നമ്മൾ GST കൊടുക്കണം. അത് എത്ര റേറ്റ് എന്ന് വെച്ചാൽ 1% 1%, to 5% 5%, 12% 12%, 18 ആണെങ്കിൽ 18, 28 ആണെങ്കിൽ 28, വാട്ട് എവർ വിത്ത് റേറ്റ്, ആ റേറ്റ് നമ്മൾ അത് കൊടുത്തിട്ടുണ്ടാവും. അഡ്വാൻസ് ബുക്കിങ്ങിന് നമ്മൾ ആ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ലാൻഡിൻ്റെ വില നമ്മൾ അൺഡിവൈഡഡ് ഷെയറും ഡിവൈഡഡ് ഷെയറും ഒക്കെ ആയിട്ട് നമ്മൾ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളൊരു ഫ്ലാറ്റ് വെക്കുമ്പം അതിൽ ലാൻഡിൻ്റെ ഷെയർ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല, അൺഡിവൈഡഡ് ഷെയർ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അൺഡിവൈഡഡ് ഷെയർ നമ്മൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ലാൻഡിൻ്റെ ഷെയർ പറയുന്നില്ല. അതായത് നമ്മൾ ആ 1/3% നമ്മൾ കുറയ്ക്കുന്നില്ല. അതാണ് എൻ്റെ മെയിൻ കാര്യം. നമ്മൾ സെയിൽ വാല്യൂ മൈനസ് ലാൻഡിൻ്റെ വില 1/3 നമ്മൾ കുറയ്ക്കും. അപ്പോൾ ആ ലാൻഡിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കാത്ത കേസിൽ നമുക്ക് GST റേറ്റ് എങ്ങനെ വരും? നേരത്തെ ഞാൻ പറഞ്ഞു 1% ആണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇപ്പം അതായത് 0.5 എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ലാൻഡിൻ്റെ വില കുറയ്ക്കാതെ, അൺഡിവൈഡഡ് ഷെയർ കുറയ്ക്കാണ്ട്, അല്ലെങ്കിൽ അൺഡിവൈഡഡ് ഷെയർ നമ്മൾ കാണിക്കാണ്ട് ഉള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ നമുക്ക് 1.5% ആണ് നമ്മുടെ റേറ്റ് വരുന്നത് GST. അൺഡിവൈഡഡ് ഷെയർ ഇല്ലാത്ത കേസിലാണ് 1.5%, അതായത് 0.75 and 0.75% എന്നുള്ള റേറ്റിലാണ് നമുക്കത് വരിക. അൺഡിവൈഡഡ് ഷെയർ ഇല്ലാണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ 1.5% ആണ് നമ്മളിത് കൊടുക്കുക. ഇനി വേറൊരു കേസ് എന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരു പ്രോപ്പർട്ടി നമ്മൾ എല്ലാം ആക്കി, നമ്മളതിൻ്റെ GST എല്ലാം അടച്ചു, നമ്മളിപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ എല്ലാം ഇപ്പം നമ്മളൊരു 10 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 10 ഫ്ലാറ്റും വിറ്റ് പോകണമെന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് 1-2 വിറ്റ് പോകാത്തുണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിൽ അങ്ങനത്തെ ഒരു കേസിൽ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാത്തിനും GST ആദ്യം അടച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 10 ഒരു നോൺ സെയിലബിൾ ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എത്രയാണോ അതിൻ്റെ റേറ്റ് വരുന്നത്, അതിൻ്റെ കാർപ്പറ്റ് ഏരിയൻ്റെ റേറ്റാണ് ഉദ്ദേശിക്കുന്നത്. കാർപ്പറ്റ് ഏരിയൻ്റെ റേറ്റ്, ഒരു കാർപ്പറ്റ് ഏരിയ വെച്ചിട്ട്, അപ്പം നമ്മളിപ്പോൾ 2 ഫ്ലാറ്റ് ആണെങ്കിൽ 2 ഫ്ലാറ്റിൻ്റെ കാർപ്പറ്റ് ഏരിയ 120 സ്ക്വയർ മീറ്റർ, അതായത് 60 ആയിട്ടുള്ള 2 കാർപ്പറ്റ് ഏരിയ ഇതാണെങ്കിൽ അതിൻ്റെ പുറത്ത് എത്ര GST ഞാൻ കൊടുത്തോ, അല്ലെങ്കിൽ ഞാൻ GST അടച്ചോ ഉണ്ടെങ്കിൽ, കൊമേഴ്സ്യലും റെസിഡൻഷ്യലായാലും എന്തെന്നായാലും അതുണ്ടെങ്കിൽ എനിക്കത് റിവേഴ്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് എൻ്റെ GSTR റിട്ടേണിൽ എനിക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിനൊരു പ്രത്യേക കോളം ഉണ്ട്, അവിടെ അത് കൊടുക്കാം. അത് എനിക്ക് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കണ്ട് സബ്സിക്വൻറ്റ് ടൈമിൽ എനിക്ക് GST കുറച്ച് കൊണ്ടുവരാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ. പിന്നെ അത് കൂടാണ്ട് നമ്മളിപ്പം ഓരോ പ്രോജക്റ്റിനും നമുക്ക് സെപ്പറേറ്റ് GST നമ്പർ എടുക്കാം. പ്രോജക്റ്റ് വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് 2-3 GST നമ്പർ എടുക്കാം. അപ്പോൾ അതിലൊന്നും ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ അതിനും GST രജിസ്ട്രേഷൻ്റെ ഫോർമാലിറ്റിയിൽ നമ്മൾ പോകണം. ആ GST വെച്ചിട്ട് നമ്മൾ ഓരോ GST നമ്പറിന് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ടാക്സിൻ്റെ ബർഡൻ നമ്മൾ കുറയ്ക്കാനും കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്കൊരു ടാക്സ് പ്ലാനിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഈ വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ കീഴിലാണ് ഈ കൺസ്ട്രക്ഷനൊക്കെ വരുന്നത്. അതായത് ഇമൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വർക്ക്സ് കോൺട്രാക്റ്റ് വരുള്ളൂ. വർക്ക്സ് കോൺട്രാക്റ്റിൽ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ വരും, പ്ലംബിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അതായത് ഇമൂവബിൾ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമേ വർക്ക്സ് കോൺട്രാക്റ്റ് വരുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അവിടെ നടക്കണം. അതായത് ഒരു പ്രോപ്പർട്ടി ഒരാളിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കണം എങ്കിൽ വർക്ക്സ് കോൺട്രാക്റ്റ് വരുന്നത്. വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ കീഴിലാണ് ഈ പറയുന്ന റേറ്റും ബിൽഡിങ്ങും ഇതെല്ലാം വരുന്നത്. പക്ഷേ അതിന് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പൈസ കിട്ടിയിട്ട് നമുക്ക് GST അടയ്ക്കേണ്ട. ബാക്കിയുള്ള കേസിലെല്ലാം നമുക്ക് GST അടയ്ക്കേണ്ടി വരും. ബാക്കി ഇപ്പം ഇമൂവബിൾ പ്രോപ്പർട്ടി ഇല്ലാത്ത മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് സപ്ലൈ എന്നിട്ട് വരുമോ. അതായത് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ മാതിരി 2 റേറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ പ്രിൻസിപ്പൽ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടാക്സ് റേറ്റ് ആയിരിക്കും വരും. അതായത് ഇപ്പം നമ്മളൊരു ഫ്ലൈറ്റും ഇൻഷുറൻസും കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒന്നിച്ചൊരു പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫ്ലൈറ്റ് ആയിരിക്കും നമ്മളെ പ്രിൻസിപ്പൽ സപ്ലൈ. ഫ്ലൈറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മളത് കൊടുക്കേണ്ടി വരും. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടുതൽ വരാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടുതൽ GST കുറിച്ചുള്ള ക്ലാസ്സുകളും മറ്റേതിനും വേണ്ടി ഫ്യൂച്ചർ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യുക. താങ്ക് യു വൺസ് അഗൈൻ.